Hi friends, welcome to my channel. ഇന്നത്തെ എൻ്റെ റെസിപ്പി പൈനാപ്പിൾ പച്ചടിയാണ്. സദ്യക്കൊക്കെ വിളമ്പാറുള്ള പൈനാപ്പിൾ പച്ചടി. ഒരു പക്ഷേ കൂടുതൽ പേർക്കും അറിയുന്നുണ്ടാകും, എന്നാലും അറിയാത്തവർക്കായിട്ടാണ് ഞാൻ ഈ വീഡിയോ ഇടുന്നത്. അപ്പോൾ അറിയാത്ത എല്ലാ കൂട്ടുകാരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം. ഞാനിവിടെ ഒരു കപ്പ് പൈനാപ്പിളാണ് എടുത്തത്. അതായത് ഒരു വലിയ പൈനാപ്പിളിൻ്റെ 1/4 കഷ്ണമാണ് എടുത്തത്. അതിലേക്ക് കുറച്ച് ഉപ്പും അതുപോലെ മഞ്ഞൾപ്പൊടി, മുളക് പൊടി, 1 ടീസ്പൂൺ പഞ്ചസാര, പിന്നെ കുറച്ച് വെള്ളം, അതൊക്കെ ആഡ് ചെയ്തതിന് ശേഷം നമുക്കത് ഒരു 15 മിനിറ്റോളം വേവിക്കണം. പൈനാപ്പിളിന് അത്യാവശ്യം നല്ല വേവുണ്ട്, അതുകൊണ്ട് 15 മിനിറ്റ് മൂടി വെച്ചിട്ട് നമ്മൾ വേവിക്കണം. ഈ കറിക്ക് അത്യാവശ്യം നല്ല വേവ് വേണം പൈനാപ്പിളിന്. ഈ പൈനാപ്പിൾ വേവുന്ന സമയം കൊണ്ട് നമുക്ക് അതിലേക്കുള്ള തേങ്ങ, ഗ്രൈൻഡ് ചെയ്യാനുള്ള തേങ്ങ പ്രിപ്പയർ ചെയ്യാം. അതിലേക്ക് ഞാനിവിടെ ഒരു പച്ചമുളക്, അതുപോലെ 1/4 ടീസ്പൂണ് കടുക്, 1/4 ടീസ്പൂണ് നല്ല ജീരകം, അതുപോലെ കുറച്ച് വെള്ളം, അത് ഉപയോഗിച്ചിട്ട് നമുക്ക് മിക്സിയിൽ നല്ല ഫൈൻ പേസ്റ്റ് ആക്കിയിട്ട് അടിച്ചെടുക്കണം. അങ്ങനെ 15 മിനിറ്റിന് ശേഷം നമ്മൾ മിക്സിയിൽ അരച്ച കോക്കനട്ട് പേസ്റ്റ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. ഒരു 3 മിനിറ്റ് അത് തിളക്കുന്നത് വരെ വേവിക്കാം. പിന്നെ പൈനാപ്പിൾ ഞാനെടുത്തത് നല്ല മധുരമുള്ള പൈനാപ്പിളായിരുന്നു. മധുരമില്ലാത്ത പൈനാപ്പിളാണെങ്കിൽ 1 ടീസ്പൂൺ പഞ്ചസാരക്ക് പകരം 2-3 ടീസ്പൂണ് പഞ്ചസാര ആഡ് ചെയ്യുക. 3 മിനിറ്റോളം തേങ്ങ ഒഴിച്ചതിന് ശേഷം വേവിക്കുക. അതിന് ശേഷം ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് നമ്മളത് തണുക്കാൻ വേണ്ടിയിട്ട് വെക്കുക. നമുക്ക് 1 കപ്പ് തൈര് ഒന്ന് മിക്സിയിൽ അടിച്ചെടുക്കാം. എന്നിട്ട് ഈ തണുത്ത കൂട്ടിലേക്ക് ഇത് ഒഴിച്ചു കൊടുക്കണം. തണുത്തതിന് ശേഷം മാത്രം ഒഴിച്ചു കൊടുത്താൽ മതി. എന്നിട്ട് ഒന്നും കൂടി നമ്മൾ അടുപ്പത്ത് വെച്ചിട്ട് ഒന്ന് ചൂടാക്കിയെടുക്കണം. ഇത് തിളക്കാൻ പാടില്ല. ഒന്ന് ചൂടായതിന് ശേഷം നമുക്ക് ഓഫ് ചെയ്തിട്ട് ഇനി വെളിച്ചെണ്ണ താളിക്കാൻ വേണ്ടിയിട്ട് നമുക്കൊരു പാൻ അടുപ്പത്ത് വെക്കാം. ഇനി ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിക്കണം. എന്നിട്ട് നമുക്ക് 1 ടീസ്പൂൺ കടുക് അതിലേക്ക് ഇട്ട് കൊടുക്കാം. കടുക് ഒന്ന് പൊട്ടിയതിന് ശേഷം 3 വറ്റൽമുളക്, അതുപോലെ കുറച്ച് കറിവേപ്പില, അതും കൂടി അതിലേക്ക് ചേർത്തതിന് ശേഷം നമുക്ക് പൈനാപ്പിൾ പച്ചടിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ നമ്മളുടെ ടേസ്റ്റി ആയിട്ടുള്ള പച്ചടി റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. നല്ല ടേസ്റ്റാണ്. അറിയാത്തവർ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. അടുത്തൊരു വീഡിയോയുമായി ഇനിയും കാണാം. താങ്ക് യു.